നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്ററാണ്. 3.5 mm ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട്, ചെയിൻ 1 2 3 4, first chain slip stitch, chain 3 1 2 3, round 1, സർക്കിളിനുള്ളിൽ 11 ഡബിൾ ക്രോഷേ, സർക്കിളിനുള്ളിൽ 11 ഡബിൾ ക്രോഷേ, 1 2 3 4 5 6 7 8 9 10 11. Three chain plus 11 double crochets. Third chain slip stitch. Next round 2, chain 1 2 3, same space or same chain double crochet, 1 double crochet, next chain space 2 double crochet, 1 2, next chain 2 double crochet, 1 2, next chain 2 double crochet, 1 2, total 3 chain plus 23 double crochets. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. Third chain slip stitch, next chain slip stitch, chain 1 2, same space, half DC, same space തന്നെ 1 more half DC. ഇതൊരു ക്ലസ്റ്റർ സ്റ്റിച്ച് ആണ്. ജോയിൻ ചെയ്യാം. ചെയിൻ 1 2 3 4, skip 1 chain, next chain, half DC, second half DC, third half DC, chain 1 2 3 4. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് യൂസ് ചെയ്യാം. സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ 3 half DC, cluster stitch, chain 1 2 3 4. ഇതേപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ടോപ്പിലുള്ള ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട്, നെക്സ്റ്റ് ഈ 4 ചെയിൻ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇവിടെ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. അതിന് പകരം ചെയിൻ 1 കൊടുക്കുന്നു. ഈ സ്പേസിനുള്ളിൽ 1 ഡബിൾ ക്രോഷേ, 2 3 4
5 double crochet, same space le single crochet. Next e space le single crochet, 1 double crochet, 2, 3, 4, 5. Same space, single crochet. Next space le single crochet, 1 double crochet, 2, 3, 4, 5. Same space le same single crochet. The last round ആണ്. ഇത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണ് നമ്മൾ ചെയ്തത്. ഈ റൗണ്ട് ലാസ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയ്ക്ക് പകരം ഒരു ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യാം. ബാലൻസ് വന്നു ഞാൻ ബാക്കിൽ എവിടെയെങ്കിലും ബാക്കിൽ ഫിക്സ് ചെയ്യണം.